അല്ലാതെ കെ ശിവ മാത്രമല്ല ലീഗൽ അഡ്വൈസർ. ഏതെങ്കിലും ബാങ്കിനകത്ത് ഭരിക്കുന്ന പാർട്ടി ഏതാണ് എന്ന് മാത്രം നോക്കിയല്ല അവിടെ ലീഗൽ അഡ്വൈസർമാരെ വെക്കുന്നതും. അതുകൊണ്ട് സഹകരണ സംഘങ്ങൾക്കകത്ത് ലീഗൽ അഡ്വൈസർമാർ എന്ന് പറയുന്നത് എന്താ ഉത്തരവാദിത്വം? ഇവിടെ MLA-യും കോൺഗ്രസ് ചില നേതാക്കന്മാരും ഈ സഹകരണ സംഘത്തിൽ ലീഗൽ അഡ്വൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ മഹാകാര്യമാണ്. ഈ ബാങ്കിന്റെ നൈരൂപീകരണ സമിതിയിൽ അയാൾ അംഗമാണ്. ഈ ബാങ്കിന്റെ എല്ലാ ഇടപാടുകൾക്കകത്തും അയാൾക്ക് പങ്കുണ്ട് എന്നുള്ള തെറ്റിദ്ധാരണ സമൂഹത്തിലേക്ക് പരത്തുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബാങ്ക് പ്രസിഡന്റുമാരും ഈ സംസ്ഥാനത്തെ ബാങ്ക് പ്രസിഡന്റുമാരും അവർക്കറിയാം എന്ത് ലീഗൽ അഡ്വൈസറുടെ പങ്കെന്ന്. ബന്ധപ്പെട്ട ബാങ്കുകളുടെ പ്രസിഡന്റുമാരായിട്ടുള്ള ആളുകൾക്കറിയാം. ഒരു ഫയല് വന്നാൽ ആ ഫയല് ഇവിടെ പാർട്ടി ജില്ലാ സെക്രട്ടറി സൂചിപ്പിച്ചു. ആ ഫയലിനകത്ത് എന്തെങ്കിലും കരടുണ്ടോ, എന്തെങ്കിലും തരത്തിലുള്ള അവകാശങ്ങൾ ഈ ഉടമസ്ഥരായിട്ടുള്ള ഭൂമിയുടെ ഉടമസ്ഥരായിട്ടുള്ള ആളുകൾക്കല്ലാതെ വേറെ ആർക്കെങ്കിലും ഉണ്ടോ? അവിടേക്ക് വഴി ആ പ്ലോട്ടിലേക്ക് നേരിട്ടുണ്ടോ? ആ വഴി കുറെ ആളുകൾക്ക് ഒന്നിച്ചുള്ള വഴിയാണോ? ആ പ്ലോട്ടിനകത്ത് കിണറുണ്ടോ? അങ്ങനെ ആ ആധാരത്തിന്റെ വസ്തുനിഷ്ഠമായിട്ടുള്ള നിയമവശം പരിശോധിച്ച് റിപ്പോർട്ട് കൊടുക്കുന്ന പണി മാത്രമേ ആർക്കുള്ളൂ? ലീഗൽ അഡ്വൈസർമാർക്കുള്ളൂ. അത് അർബൻ സഹകരണ സംഘത്തിലാണെങ്കിലും ശരി, അങ്കമാലി 714 ബാങ്കിലാണെങ്കിലും ശരി, ഫാർമേഴ്സ് ബാങ്കിലാണെങ്കിലും ശരി, കാഞ്ഞൂർ റൂറൽ ബാങ്കിലാണെങ്കിലും ശരി, കറുകുറ്റി കോപ്പറേറ്റീവ് ബാങ്കാണെങ്കിലും ശരി, പാറക്കൽ ബാങ്കാണെങ്കിലും ശരി, ഈ പണിയെ അവിടെയുള്ള ലീഗൽ ഈ ഫയൽ നോക്കുന്ന വക്കീലന്മാർക്കുള്ളൂ എന്ന കാര്യം ഇവിടെ ജനത്തെ ഇത് അറിഞ്ഞിട്ട് പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കന്മാർ ഇതിനകത്ത് തെറ്റിദ്ധരിപ്പിച്ച് ആടിനെ പട്ടിയാക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമത്തിലായിരുന്നു ഇതേവരെയും നടന്നുകൊണ്ടിരുന്നത് എന്ന് കാണാം. അതുകൊണ്ട് കെ ശിവ എന്ന് പറയുന്ന ഞാൻ എത്ര ഫയൽ നോക്കി, ആ ഫയലിന് പേരിൽ എത്ര കാശ് വാങ്ങിച്ചു, ആ കാശ് വാങ്ങിച്ച് ഈ ഫയലിനകത്ത് കള്ളന്മാരായിട്ടുള്ള ആർക്കെങ്കിലും അനുകൂലമായ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടോ? ആ റിപ്പോർട്ടിനകത്ത് പരിശോധന നടത്തിയിട്ടില്ല എങ്കിൽ ആ കാര്യം ഇതെല്ലാം ചൂണ്ടിക്കാണിച്ച് പരിശോധിക്കാൻ ആർക്ക് അവകാശമുണ്ട്? ഈ ബന്ധപ്പെട്ട ഭരണസമിതിയെ പിന്താങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക്